ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗതാഗത മാർഗങ്ങളാണ്. ഗതാഗത മാർഗങ്ങളിൽ തന്നെ ആദ്യം നോക്കുന്നത് റോഡ് ഗതാഗതത്തെ പറ്റിയാണ്. റോഡ് ഗതാഗതം നമുക്കറിയാം, കരയിലൂടെയുള്ള കരമാർഗമുള്ള ഗതാഗതങ്ങളിൽ പെടുന്നതാണ് റോഡ് ഗതാഗതം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ തന്നെ പാൻ അമേരിക്കൻ ഹൈവേ ആണ്. പാൻ അമേരിക്കൻ ഹൈവേ ആണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോഡ് ശൃംഖല. അപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം അമേരിക്കയും അമേരിക്കയിലെ പാൻ അമേരിക്കൻ ഹൈവേ ആണ് ഏറ്റവും നീളമേറിയ റോഡ് ശൃംഖല. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് റോഡ് ശൃംഖലയുടെ ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ്. റോഡ് ശൃംഖലയുടെ ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ്. 2021-22 കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റോഡ് ശൃംഖല 63.72 ലക്ഷം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം 63.72 ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ റോഡ് ശൃംഖല വ്യാപിച്ചു. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതായത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇന്ന് റോഡുണ്ട്. അപ്പം മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായി കണക്കാക്കുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഇത് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഇത് കൊൽക്കത്ത മുതൽ പെഷവാർ വരെയായിരുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ടായിരുന്നത്. കൊൽക്കത്ത ടു പെഷവാർ വരെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പെഷവാർ പാകിസ്ഥാനിലായതുകൊണ്ട് കൊൽക്കത്ത ടു അമൃത്സർ വരെയാണ് ഇപ്പോ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉള്ളത്. അപ്പൊ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ പറ്റി പറയുവാണെങ്കിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ആദ്യകാല നാമം ഷാഹി റോഡ് എന്നാണ്, അഥവാ രാജകീയ റോഡ് എന്നായിരുന്നു. അപ്പൊ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ആദ്യ നാമം എന്ന് പറയുന്നത് രാജകീയ റോഡ് അല്ലെങ്കിൽ ഷാഹി റോഡ്, ഷാഹി അല്ലെങ്കിൽ ഷാഹി റോഡ് എന്നായിരുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ആദ്യകാല നാമം. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്നത് ലോങ് വാക്ക് എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോങ് വാക്ക് എന്നറിയപ്പെട്ടു. അപ്പോൾ ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തിൽ ഇത് ഷാഹി റോഡ് അല്ലെങ്കിൽ രാജകീയ റോഡ് എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ അറിയപ്പെട്ടു? ലോങ് വാക്ക് റോഡ് എന്ന് അറിയപ്പെട്ടു. ലോങ് വാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി ഗവൺമെന്റ് വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്ന് നാഷണൽ ഹൈവേ ഫസ്റ്റ് ആണ്. നാഷണൽ ഹൈവേ ഫസ്റ്റും നാഷണൽ ഹൈവേ സെക്കൻഡും. നാഷണൽ ഹൈവേ ഫസ്റ്റ് എന്ന് പറയുന്നത് അമൃത്സർ മുതൽ ഡൽഹി വരെയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ വിഭജിച്ചാണ് നാഷണൽ ഹൈവേ ഫസ്റ്റും നാഷണൽ ഹൈവേ സെക്കൻഡും ഉണ്ടാക്കിയത്. അപ്പൊ നാഷണൽ ഹൈവേ ഫസ്റ്റ് എന്ന് പറയുന്നത് അമൃത്സർ മുതൽ ഡൽഹി മുതലാണ്. നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത് അമൃത്സർ ടു ഡൽഹി ആൻഡ് നാഷണൽ ഹൈവേ 2 എന്ന് പറയുന്നത് ഡൽഹി ടു കൊൽക്കത്തയാണ്. അപ്പൊ ഫസ്റ്റ് നാഷണൽ ഹൈവേ ഫസ്റ്റ് എന്ന് പറയുന്നത് അമൃത്സർ ടു ഡൽഹി ആൻഡ് നാഷണൽ ഹൈവേ 2 എന്ന് പറയുന്നത് ഡൽഹി ടു കൊൽക്കത്തയാണ്. ഇനി ഇന്ത്യ വിഭജനത്തിന്റെ 70-ാം വാർഷികത്തിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പ്രോജക്ട് എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം ആണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചത്. ഇന്ത്യ വിഭജനത്തിന്റെ 70-ാം വാർഷികത്തിലാണ് യുണൈറ്റഡ് കിങ്ഡം ഇങ്ങനെ ഒരു പേരില് പദ്ധതി ആവിഷ്കരിച്ചത്. തെക്ക് വടക്ക് ഇടനാഴി എന്നറിയപ്പെടുന്നത് ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ആണ്. ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ആണ് തെക്ക് വടക്ക് ഇടനാഴി, തെക്ക് നിന്നും വടക്കോട്ട്. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത് പോർബന്ദറിനെ സിൽചാറുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ആണ്. പോർബന്ദർ ഗുജറാത്ത്, സിൽചാർ അസം. അപ്പൊ പോർബന്ദറിനെ സിൽചാറുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. അപ്പൊ തെക്ക് കിഴക്ക് ഇടനാഴി എന്ന് പറയുന്നത് ശ്രീനഗറും കന്യാകുമാരിയും, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത് പോർബന്ദറും സിൽചാറും. സിൽചാർ ആസാം. അപ്പം റോഡ് നിർമ്മാണം
അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ റോഡുകളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അവയാണ് ദേശീയപാത, സംസ്ഥാനപാത, ജില്ലാ റോഡ്, ഗ്രാമീണ റോഡ്. അപ്പൊ റോഡ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡ്, ഗ്രാമീണ റോഡ് ഇവയെല്ലാം കൂടി ചേരുന്നതാണ് റോഡ് ശൃംഖല. ഇന്ത്യയിലെ റോഡ് ശൃംഖല എന്ന് പറയുന്നത് ഈ 4 റോഡുകൾ കൂടി ചേരുന്നവയാണ്. ഇനി ഈ ദേശീയപാത എന്ന് പറയുന്നത് ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ചരക്ക് യാത്രാ ഗതാഗതത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതാണ്. ദേശീയപാത എന്ന് പറയുന്നത് ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ചരക്ക് ഗതാഗത യാത്രാ ഗതാഗതത്തിന്റെ ജീവരേഖ. അതായത് എല്ലാ സംസ്ഥാനങ്ങളെയും തമ്മിൽ, അന്തർ സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളെയും തമ്മിലും ചരക്ക് ഗതാഗതവുമുണ്ട്, അതുപോലെ യാത്രാ ഗതാഗതത്തിന്റെയും എല്ലാം ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് ശൃംഖലയാണ് ദേശീയപാത. ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് എല്ലാവർക്കും അറിയാം. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയാണ് നാഷണൽ ഹൈവേ. നാഷണൽ വരുന്നത് എല്ലാം കേന്ദ്ര സർക്കാരാണ്. അപ്പൊ ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണവും എല്ലാം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. രാജ്യവും സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രമുഖ തുറമുഖങ്ങൾ, റെയിൽവേസ്, അതിർത്തി റോഡുകൾ, വിദേശ ദേശീയപാതകൾ എന്നിവയുമായി ഇന്ത്യയിലെ ദേശീയപാതകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി ഇന്ത്യയില് 599 ദേശീയപാതകളുണ്ട്. ഇന്ത്യയിലാകെ 599 ദേശീയപാതകൾ ഇന്ത്യയിൽ ആകെ ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട ദേശീയപാതകൾ എന്ന് പറയുന്നത് NH44. ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്ന അതിന്റെ പഴയ പേരാണ് NH44. അല്ലെങ്കിൽ NH7 ആണ് അതിന്റെ പഴയ പേര്. NH7. NH44 ആണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH44 ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് NH7 എന്നാണ്. ഇത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത കേരളത്തിലെ തന്നെ വെല്ലിംഗ്ടൺ ദ്വീപ് കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH966B ആണ്. 966B ആണ്. വെല്ലിംഗ്ടൺ ഐലൻഡും കുണ്ടന്നൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH966B. ഇത് NH47A എന്നും അറിയപ്പെടുന്നുണ്ട്. അത് പഴയ പേരാണ്. NH47A എന്ന് പറയുന്നത് പഴയ പേര്. അടുത്തത് വേറെ ഒരു മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാതയാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇത് ആൻഡമാൻ നിക്കോബാറിലാണ് ഉള്ളത്. മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത ആൻഡമാൻ ട്രങ്ക് റോഡാണ്. ഇത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഈ ദേശീയപാത NH4 ആണ്. ഇപ്പോഴത്തെ ഇതിന്റെ പേര് NH4 എന്നാണ്. മുൻപ് NH223 എന്നായിരുന്നു. ഇപ്പോഴത്തെ ഇതിന്റെ പേര് NH4, മുൻപ് NH223 എന്നായിരുന്നു. അതുപോലെ മറ്റൊരു ദേശീയപാതയാണ് ക്വീൻസ് വേ എന്നറിയപ്പെടുന്ന ജനപഥ്. ക്വീൻസ് വേ എന്നറിയപ്പെടുന്ന ദേശീയപാത ജനപഥ് ന്യൂഡൽഹിയാണ്. ക്വീൻസ് വേ, ജനപഥ്, ന്യൂഡൽഹി. അതുപോലെ തന്നെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന പാതയാണ് രാജ്പഥ്. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുന്ന ഈ രാജ്പഥിലാണ്. ഇപ്പൊ അത് കർത്തവ്യ പഥ് എന്നാണ് അറിയപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് സ്ലൈഡിൽ എഴുതാഞ്ഞത്. അപ്പം ക്വീൻസ് വേ എന്നറിയപ്പെടുന്നത് ജനപഥ് ന്യൂഡൽഹി. അതുപോലെ തന്നെ രാജ്പഥ് എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്നതാണ്. പിന്നെ ഇവിടെയാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കുന്നത്. ഈ കിങ്സ് വേ എന്നറിയപ്പെടുന്നത് രാജ്പഥ് ആണ്. കിങ്സ് വേ, രാജ്പഥ് തന്നെയാണ് ആ പേര്. രാജ്പഥ്, കിങ്സ് വേ, അത് പേര് കോറിലേറ്റ് ചെയ്താൽ മതി. ക്വീൻസ് വേ, ജൻപഥ്, ന്യൂഡൽഹി. ക്വീൻസ് വേ, ജൻപഥ്, ന്യൂഡൽഹി. കിങ്സ് വേ എന്ന് പറയുന്നത് രാജ്പഥ് ആണ്, ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇനി ഈ ക്വീൻസ് വേ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ല്യൂട്ടിൻസ് ആണ്. ക്വീൻസ് വേ എന്ന ദേശീയപാത രൂപകൽപ്പന ചെയ്ത് എഡ്വിൻ ല്യൂട്ടിൻസ് ആണ്. ഇനി ഈ ക്വീൻസ് വേ പോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു റോഡാണ് ക്വീൻസ് നെക്ലേസ്. ക്വീൻസ് നെക്ലേസ്
ആ റോഡിന്റെ ഇപ്പോഴത്തെ പേര് ക്വീൻസ് നെക്ലേസ് എന്ന പാതയുടെ ഇപ്പോഴത്തെ പേര് സുഭാഷ് ചന്ദ്രബോസ് റോഡ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് റോഡ് എന്നാണ്. അത് ഒരു അഡീഷണൽ നോളജ് ആയിട്ട് കരുതിയാൽ മതി. സുഭാഷ് ചന്ദ്രബോസ് റോഡാണ് ക്വീൻസ് നെക്ലേസ്. അത് മുംബൈ മറൈൻ ഡ്രൈവിലാണ് ഉള്ളത്. മുംബൈ മറൈൻ ഡ്രൈവിൽ. ഇനി പഠിക്കുന്നത് സുവർണ ചതുഷ്കോണം. ഓക്കെ, സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിന് 5846 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 5846 കിലോമീറ്റർ. ഇതിന്റെ തറക്കല്ലിട്ടത് ഇതിന്റെ ഉദ്ഘാടനം 1999 ജനുവരി 6 അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത്. 1999 ജനുവരി 6. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹമാണ് സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഉദ്ഘാടനം ചെയ്തത് 1999 ജനുവരി 6. ഇനി ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ളതും കുറഞ്ഞതും ആയ സംസ്ഥാനങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം, അതുപോലെ റോഡ് ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം എന്നിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, മഹാരാഷ്ട്ര. അപ്പൊ ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം, ഇവയെല്ലാം മഹാരാഷ്ട്രയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേസ് ഉള്ള കേന്ദ്ര ഭരണ പ്രദേശം ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേസ് ഉള്ള കേന്ദ്ര ഭരണ പ്രദേശം ഡൽഹിയാണ്. ഇനി ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയും യൂണിയൻ ടെറിട്ടറി ചണ്ഡീഗഡുമാണ്. യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡുമാണ്. അപ്പൊ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയും, ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവ, കൂടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. അതുപോലെ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡും. ഇനി ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഗോവയും മേഘാലയയുമാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഗോവയും മേഘാലയയുമാണ്. ചില ബുക്കുകളിൽ മേഘാലയ എന്ന് മാത്രം കൊടുത്തു കണ്ടിട്ടുണ്ട്, ചിലതിൽ ഗോവ എന്ന് മാത്രം കൊടുത്തു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോവയും മേഘാലയയും എഴുതിയത്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഗോവയും മേഘാലയയുമാണ്. അതുപോലെ ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ. രണ്ടിലും ഒരു ദേശീയപാത മാത്രമാണ് കടന്നു പോകുന്നത്, ചണ്ഡീഗഡും ആൻഡമാൻ നിക്കോബാറും. ഓക്കെ, അപ്പം അതാണ് ഇതില് ഉള്ളത്. ഇത് മറന്നു പോകരുത്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനവും റോഡ് ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ദൈർഘ്യം കൂടുതലുള്ളത് ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആദ്യമായിട്ട് ഇലക്ട്രോണിക് ബസ് സംവിധാനം തുടങ്ങിയത് ഹിമാചൽ പ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് ലഡാക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് ലഡാക്ക് ആണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലും. അടുത്തത്, അതിർത്തികളിലും ഗ്രാമങ്ങളിലും റോഡ് നിർമ്മാണത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച
പദ്ധതിയാണ് ഭാരത് മാല പദ്ധതി. അതിർത്തികളിലും ഗ്രാമങ്ങളിലും റോഡ് നിർമ്മാണത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഭാരത് മാല പദ്ധതി. അപ്പൊ ഭാരത് മാല പദ്ധതി മുന്നോട്ട് വെച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭാരത് മാല പദ്ധതി. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത പദ്ധതിയാണ് ഭാരത് മാല പദ്ധതി. ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ചെറു തുറമുഖങ്ങളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെ സംസ്ഥാന റോഡുകളുടെ വികസനം. ചെറു തുറമുഖങ്ങളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെ സംസ്ഥാന റോഡുകളുടെ വികസനമാണ്. അതുപോലെ പിന്നോക്ക പ്രദേശങ്ങളിലെ മതപരമായതും വിനോദസഞ്ചാര പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുക. പിന്നോക്ക പ്രദേശങ്ങളിലെ മതപരമായതും വിനോദസഞ്ചാര പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുക. അതുപോലെ ഈ ഒരു പദ്ധതിയിൽ 1500 വമ്പൻ പാലങ്ങള്, 200 റെയിൽ മേൽപ്പാലങ്ങൾ, ചെറിയ പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണങ്ങളെല്ലാം ഉൾപ്പെടുന്ന പദ്ധതിയാണ്. ഇത് 5000 കിലോമീറ്റർ ദേശീയപാതകളുടെ വികസനത്തിനായുള്ള ജില്ലാ ക്വാർട്ടേഴ്സ് കണക്ടിവിറ്റി സ്കീമും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ ഞാൻ മൊത്തം പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പൊ ഇത്രയുമാണ് ഭാരത് മാല പദ്ധതി എന്ന് പറയുന്നത്. അതിർത്തികളിലും ഗ്രാമങ്ങളിലും പിന്നോക്ക സ്ഥലങ്ങളിലും മതപരമായ വിനോദസഞ്ചാര പ്രാധാന്യമുള്ളവര്, ചെറു തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള തീരദേശ അതിർത്തികൾ, ഇവിടെയെല്ലാം റോഡ് നിർമ്മാണത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചതാണ് ഭാരത് മാല. ഇനി നമ്മൾ നോക്കുന്നത് അതിവേഗ പാതകളാണ്. അതിവേഗ പാതകൾ. ഈ അതിവേഗ പാതകളില് മെയിൻ ആയിട്ടും വരുന്ന പാതകളെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് നാഷണൽ എക്സ്പ്രസ് വേ 1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേ നാഷണൽ എക്സ്പ്രസ് വേ 1. ഇത് അഹമ്മദാബാദ് വഡോദര ബന്ധിപ്പിക്കുന്നവയാണ്. അഹമ്മദാബാദിനെയും വഡോദരയെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി എക്സ്പ്രസ് വേ, 6 വരി പാത അല്ലെങ്കിൽ 6 വരി എക്സ്പ്രസ് വേ, അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയും. ഇത് ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ. ഇനി യമുന എക്സ്പ്രസ് വേ മറ്റൊരു അതിവേഗ പാതയാണ്. ഇത് നോയിഡ ആഗ്ര. നമുക്കറിയാം യമുന ആഗ്രയിലൂടെയാണ്, യമുന റിവർ ആഗ്രയിലൂടെയാണ്. അപ്പൊ നോയിഡ ആഗ്രയാണ് യമുന എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ, ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾ, ഇവയെല്ലാം മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ, ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ. നമ്മൾ നേരത്തെ പറഞ്ഞ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാതയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് ടോൾ മുംബൈ പൂനെ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനം. ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 എന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ ആക്ട് അല്ലെങ്കിൽ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് 1988. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1995 ഫെബ്രുവരിയിലാണ്. അതുപോലെ ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ രാജ്യത്തെ ദേശീയപാതകളുടെ വികസനം, സംരക്ഷണം, പരിപാലനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുക. രാജ്യത്തെ ദേശീയപാതകളുടെ വികസനം, സംരക്ഷണം, പരിപാലനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുക. ദേശീയപാതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം കൊടുക്കുക. ദേശീയപാതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്
ഉപദേശം കൊടുക്കുക. ദേശീയവാദങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഏറ്റെടുക്കുക. ദേശീയപാതകളുടെ വികസനത്തിനും നവീകരണത്തിനുമായി ഗവേഷണങ്ങൾ നടത്തുക. ഇവയെല്ലാമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചുമതലകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ദേശീയ പാതകളുടെ വികസനം, സംരക്ഷണം, പരിപാലനം. അത് നമുക്കറിയാം. നമ്മള് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബോർഡ് NHന്റെ പണി നടക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പം ഈ ദേശീയപാതകളുടെ നിർമ്മാണം, സംരക്ഷണം, പരിപാലനം ഇവയെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരിന് ഉപദേശങ്ങൾ കൊടുക്കുക. റോഡുകളുടെ നിർമ്മാണത്തെ പറ്റി കേന്ദ്ര സർക്കാരിന് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ ദേശീയപാതകളുടെ വികസനത്തിനും നവീകരണത്തിനും ഗവേഷണങ്ങൾ നടത്തുക. ഇവയെല്ലാം ചെയ്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇനി അപ്പൊ ഇത് 1995 ഫെബ്രുവരിയിലാണ് ഫോം ചെയ്തത്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. അടുത്തതാണ് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NHIDCL എന്ന് പറയുന്നത് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 2014 ജൂലൈ 18 കമ്പനീസ് ആക്ട് പ്രകാരം 2013 കമ്പനീസ് ആക്ട് പ്രകാരം 2014 ജൂലൈ 18 ഫോം ചെയ്തതാണ് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് പ്രധാനമായും ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സുപ്രധാന മേഖലകൾ എന്നിവിടങ്ങളിലെ ദേശീയപാത നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്ക് പ്രദേശങ്ങൾ, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സുപ്രധാന മേഖലകൾ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സുപ്രധാന മേഖലകൾ, ഇവയിലെല്ലാം റോഡ് നിർമ്മാണം നടത്തുന്നത് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് ഞാൻ പറഞ്ഞത് വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം റോഡ് നിർമ്മാണം നടത്തുക. ഇത് ഡൗട്ട്. അടുത്തതായിട്ടുള്ളത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ആണ്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് 1934 ഡിസംബർ 10 നിലവിൽ വന്നത്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അല്ലെങ്കിൽ IRC 1934 ഡിസംബർ 10 ഫോം ചെയ്ത്. അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തതിന് കാരണം ഈ ഒരു സ്ഥാപനം ഉണ്ടായതിന് തന്നെ കാരണം ജയ്ഗർ കമ്മിറ്റിയാണ് ഇന്ത്യൻ റോഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ജയ്ഗർ കമ്മിറ്റിയാണ് ഇന്ത്യൻ റോഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു സ്ഥാപനം ജയ്ഗർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തതാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇനി കുറച്ച് പദ്ധതികൾ, ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഇനി പറയാൻ പോണത്. അപ്പം ജയ്ഗർ കമ്മിറ്റി 1934 വന്നത് എന്ന് പറഞ്ഞു. അത് വെച്ചാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അത് സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു, ഒരു കമ്മിറ്റി ആയിരുന്നു അത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ ഇന്ത്യയിൽ റോഡ് നിർമ്മാണത്തിനുള്ള പ്ലാനുകൾ ആരംഭിച്ചിരുന്നു. അതിൽ ആദ്യത്തെ പ്ലാൻ ആണ് നാഗ്പൂർ പ്ലാൻ. അത് 1943, അത് ഫസ്റ്റ് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ് 1943 നടപ്പിലാക്കിയ ഫസ്റ്റ് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ഇന്ത്യയുടെ ആദ്യ റോഡ് വികസന പദ്ധതി. ഈ പദ്ധതി അറിയപ്പെടുന്ന ഫസ്റ്റ് റോഡ് ഡെവലപ്മെന്റ് പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാഗ്പൂർ പ്ലാൻ. അപ്പം അത് 1943 നാഗ്പൂർ പ്ലാൻ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുൻപ്. സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ആദ്യത്തെ റോഡ് വികസന പദ്ധതിയാണ് 20 വർഷ റോഡ് പദ്ധതി അല്ലെങ്കിൽ 20 ഇയർ റോഡ് പ്ലാൻ എന്ന് പറയുന്നത്. 20 ഇയർ റോഡ് പ്ലാൻ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം രാജ്യത്തെ റോഡ് വികസനത്തിനായി നടപ്പാക്കപ്പെട്ട പദ്ധതിയാണ് 20 ഇയർ റോഡ് പ്ലാൻ. ഇത് 1961 ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോഡുകളുടെ വികസനം, നിലവാരം
എന്നിവ ഉയർത്തുക. ഇന്ത്യയിലെ റോഡുകളുടെ വികസനം, നിലവാരം എന്നിവ ഉയർത്തുന്നതിന് വേണ്ടി കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയമാണ് ഇത് നടത്തുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം. ഇത് കഴിഞ്ഞ് നാഷണൽ പെർമിറ്റ് സ്കീം വന്നു. 1975 നാഷണൽ പെർമിറ്റ് സ്കീം വന്നു. വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള നാഷണൽ പെർമിറ്റ് സ്കീം 1975 നിലവിൽ വന്നു. അപ്പൊ നാഷണൽ പെർമിറ്റ് സ്കീം വഴിയാണ് വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന, ഇപ്പൊ കേരളത്തിലുള്ള ഒരു വാഹനത്തിന് തമിഴ്നാട്ടിൽ പോകുന്നതിന്, നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുന്നതിന് വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനായി നിലവിൽ വന്ന സ്കീമാണ് 1975 സ്കീം. ഇനി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനും നാഷണൽ ഹൈവേസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇത് പൊതുവെ മാറിപ്പോകുന്ന, തമ്മിൽ തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുക എന്നതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. റോഡുകളുടെ അതിർത്തി മേഖലകളിൽ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുക, മേൽനോട്ടമാണ് ഇവരുടെ പ്രധാന പരിപാടി. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച NHIDCL മേൽനോട്ടമല്ല, അവരാണ് പണിയുന്നത്. റോഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നാഷണൽ ഹൈവേസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉത്തരവാദിത്തം. റോഡുകൾ പണിയുന്നു എന്നുള്ളതാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം, തിരിഞ്ഞു പോകരുത്. മേൽനോട്ടം വഹിക്കുന്നതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇത് 1960 മെയ് 7-നാണ് ഫോം ചെയ്തത്. 1960 മെയ് 7-ന്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് നിർമ്മിച്ച പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ബീക്കൺ. പ്രോജക്ട് ബീക്കൺ എന്നാണ് BRO ഏറ്റെടുത്ത ആദ്യത്തെ ഉദ്യമത്തിന്റെ പേര് പ്രോജക്ട് ബീക്കൺ എന്നാണ്. ഇത് പ്രോജക്ട് ബീക്കൺ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ദേശീയപാതകളുടെ വികസനത്തിനായി നടപ്പാക്കിയ പ്രൊജക്റ്റ് ആണ്. പ്രോജക്ട് ബീക്കൺ ജമ്മു കാശ്മീരിലെ ദേശീയപാതകളുടെ വികസനത്തിനായി. ഇനി ഈ നിമു പാദം ദർശ എന്ന് പറയുന്നത് തന്ത്രപ്രധാന സൈനിക നീക്കം സാധ്യമാക്കുന്നതിനായി ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ കീഴിൽ നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ റോഡാണ് നിമു പാദം ദർശ. അത് ലഡാക്കിലാണ്. നിമു പദം ദർശ എന്ന് പറയുന്നത് തന്ത്രപ്രധാന സൈനിക നീക്കം സാധ്യമാക്കുന്നതിനായി ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ കീഴിൽ നിർമ്മാണം പൂർത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒരു റോഡാണ്. അപ്പം ഇത് പ്രധാനമായിട്ടും മണാലിയും ലേയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പാതയാണ്. ലഡാക്കിലുള്ള മണാലിയും ലേയും, ലഡാക്കിലാണ് ഇതിന്റെ നിർമ്മാണം ഉള്ളത്. മണാലിയെയും ലഡാക്കിലെ ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് നിമു പാദം ദർശ. ഓക്കെ, അപ്പം BS6 അല്ലെങ്കിൽ BS4 എന്ന് പറയുന്നത് വാഹന എഞ്ചിനിൽ നിന്നും ബഹിർഗമിക്കുന്ന മലിനീകരണ വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്. വാഹന എഞ്ചിനിൽ നിന്നും ബഹിർഗമിക്കുന്ന മലിനീകരണ വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ടാക്സികളിലും കാറിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്. ഇതില് BS4-ഉം BS6-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ BS4-ലെ സൾഫറിന്റെ അംശം 50 ppm ആയിരുന്നു. BS4 50 ppm സൾഫറും BS6-ല് 10 ppm സൾഫറുമാണ് ഉള്ളത്. BS6 നിലവിൽ വന്നത് 2020 ഏപ്രിൽ 1-നും BS4 2017 ഏപ്രിൽ 1-നുമാണ് നിലവിൽ വന്നത്. അടുത്തത് എക്സ്പ്രസ് പാതകളാണ്. എക്സ്പ്രസ് പാതകൾ എന്ന് പറയുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള പാതകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള റോഡുകളാണ് എക്സ്പ്രസ് വേകൾ. 6 മുതൽ 8 വരെ നിയന്ത്രിത ആക്സസ് റോഡ്, 6 മുതൽ 8 വരെയുള്ള നിയന്ത്രിത ആക്സസ് റോഡ് ശൃംഖലയുള്ള ഹൈവേകളാണ് ഇവ. ഇതിൽ പ്രധാനപ്പെട്ട
എക്സ്പ്രസ് വേകളാണ്. മുംബൈ പൂനെ, ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. മുംബൈ പൂനെ എക്സ്പ്രസ് വേ അറിയപ്പെടുന്ന മറ്റൊരു പേര് യശ്വന്ത് റാവു ചവാൻ എക്സ്പ്രസ് വേ ആണ്. യശ്വന്ത് റാവു ചവാൻ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി പാതയാണ് ഇത്. അടുത്തത് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ 14 വരി എക്സ്പ്രസ് വേ. 2021 ഡിസംബറിലാണ് ഇത് ഫോം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ 14 വരി എക്സ്പ്രസ് വേ ആയിരുന്നു. ഗംഗ എക്സ്പ്രസ് വേ 2021 നരേന്ദ്രമോദി തറക്കല്ലിട്ട എക്സ്പ്രസ് വേ ആണ്. ഉത്തർപ്രദേശിൽ തന്നെ ഏറ്റവും നീളം കൂടിയത് ഗംഗ ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പൊ ഗംഗ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയതാണ്. മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ് വേ ഫസ്റ്റ് അഹമ്മദാബാദ് വഡോദര. അഹമ്മദാബാദിനെയും വഡോദരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ എക്സ്പ്രസ് വേ 1 എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ചമ്പൽ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ എന്നും അറിയപ്പെടുന്നത്. ചമ്പൽ എക്സ്പ്രസ് വേ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ എന്നും അറിയപ്പെടുന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെ പോകുന്നതാണ്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. പിന്നീട് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ ആക്സസ് കൺട്രോൾ ടോൾ എക്സ്പ്രസ് വേ ആണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ.